ജമ്മു കാശ്മീർ കിഷ്കോറിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും ഇതുവരെ 55 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും അപകടസ്ഥലം സന്ദർശിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ജമ്മു കാശ്മീരിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി ആളുകൾ മരിച്ചിരിക്കുന്നു. 55 മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തു എന്നുള്ളതാണല്ലോ വിവരങ്ങൾ. മറ്റ് വിശദാംശങ്ങൾ. വിനോദ, ജമ്മു കാശ്മീരിൽ കിഷ്ത്വാർ മേഖലയിൽ 2 ദിവസം മുൻപുണ്ടായിട്ടുള്ള മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ആ മേഖലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രക്ഷാദൗത്യത്തിനിടയിൽ 55 മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചിട്ടുള്ളത്. ഒമർ അബ്ദുള്ള ഇന്ന് അപകടം നടന്ന സ്ഥലം നേരിട്ട് സന്ദർശിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സംഭവസ്ഥലം, ഈ അപകട സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ആദ്യ പരിഗണന നൽകുന്നത് ആ മേഖലയിലെ രക്ഷാദൗത്യത്തിന് തന്നെയാണ്. ഈ അവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ട് തകർന്നു ിട്ടുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ മാറ്റിക്കിടും. ഒപ്പം ഈ അപകടം നടന്നതിന് ചുറ്റുവശമുള്ള ആളുകളെയും പൂർണ്ണമായും ആ പ്രദേശത്ത് നിന്ന് മാറ്റാനുമാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി സൈന്യം ഇതിനോടകം തന്നെ 160-ലധികം ആളുകളെ ആ പ്രദേശത്തിന് ചുറ്റും നിന്നും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും CRPF-ഉം ജമ്മു കാശ്മീർ പോലീസും ഉൾപ്പെടെ സംയുക്ത സേനയാണ് ആ മേഖലയിൽ രക്ഷാദൗത്യം നടത്തിവരുന്നത്. ഇതുവരെയും 55 മൃതദേഹം കണ്ടെടുത്തു. 200-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ആ പ്രദേശത്ത് നിന്ന് ഇതിനോടകം തന്നെ നിരവധി കുടുംബങ്ങളെയും അപകടത്തിൽ പരിക്കേറ്റവരെയും മാറ്റി താമസിപ്പിച്ചു എന്നുള്ളതാണ് ജിതേന്ദ്ര സിംഗ് അറിയിച്ചത്. അതായത് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ഈ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു. അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സംഭവത്തിന്റെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണറുമായും മുഖ്യമന്ത്രിയുമായും സംസാരിച്ച് വിലയിരുത്തിയിട്ടുണ്ടെന്നും രക്ഷാദൗത്യത്തിന് സാധ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സഹായവും ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. കിഷ്ത്വാറിൽ മചേൽമാത തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പാത തുടങ്ങുന്ന സ്ഥലത്തായിരുന്നു ഇത്തരത്തിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായത്. മുകളിൽ നിന്ന് വെള്ളവും മണ്ണും മരവും കല്ലും ഉൾപ്പെടെ താഴേക്ക് പതിക്കുകയും ഈ പ്രദേശത്തുണ്ടായിരുന്ന വീടുകൾ, കെട്ടിടങ്ങൾ, ഒപ്പം തീർത്ഥാടകർക്കായി ഒരുക്കിയിരുന്ന താൽക്കാലികമായിട്ടുള്ള ഷെൽട്ടറുകൾ ഇവയെല്ലാം തകർന്ന് തരിപ്പണമായി താഴേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ അപകടം നടന്ന സമയത്ത് ആ സ്ഥലത്ത് നൂറുകണക്കിന് പ്രദേശവാസികളും 100-ലധികം തീർത്ഥാടകരും ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ. ഇതുവരെ 55 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. 160-ലധികം ആളുകളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. 200-ഓളം പേരെ കാണാനില്ല എന്നാണ് നിലവിലെ റിപ്പോർട്ട്. വിനോദ്, ജമ്മു കാശ്മീരിലാണ് മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായത്. 55 മൃതദേഹങ്ങൾ ഇതുവരെയായി കണ്ടെടുത്തു. അവിടെ ഊർജിതമായി രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.